सुबह फ्री नहीं कोई बनाए ऐसा कोई बनाए ऐसा क्यों? सुबह सुबह है भगवान है ना हैप्पी न्यू ईयर ഹായ്. മവലിംഗ് നോന്ന് ഏകദേശം 60 കിലോമീറ്റർ മാറി വാക്കൻ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അതിന്റെ കഥയൊക്കെ നമ്മൾ വഴിയെ പറയാം. അതെ, മേഘാലയയിൽ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. മേഘാലയയിലത്തെ മവ്രിങ്കാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കാണ് ഇത്. ബാംബൂല് തീർത്ത ഒരു ട്രക്കാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി കാണുന്ന ട്രക്കിങ്ങിനേക്കാളും അതെ, അപ്പൊ യൂഷ്വലി കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഈ ട്രക്കിൽ കാണുന്നത്. അപ്പൊ കാഴ്ചകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടെൻ പിൻ സ്റ്റോറീസ്. മവ്ലിംഗ് നോൺ ഷിലോങ് റൂട്ടിൽ ഏകദേശം ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ വാക്കൻ വില്ലേജിലേക്ക്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അധികം ഒരു ചെറിയ 2-3 കടകൾ, കുറച്ച് വീടുകൾ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ട്രക്കിന് നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അവിടെ ഒരു എന്താ ടൂറിസത്തിൻ്റെ ഒരു ഫീസ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപ, പിന്നെ പാർക്കിംഗ് 20 രൂപ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായി ഞങ്ങളിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ട്രക്ക് ട്രെയിൽ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ശരിക്കും ടൂറിസത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അധികം ടൂറിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഈ വില്ലേജിലത്തെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, ശരിക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ട്രക്ക് ട്രെയിലാണ്. നിറച്ച് ബാംബു കൊണ്ട് പാലങ്ങൾ, അങ്ങനെയൊക്കെ ടൂറിസത്തിന് വേണ്ടി മാത്രം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ട്രെയിലാണ്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത്. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ സൈഡ് മൊത്തം ഉണ്ടല്ലോ മില്ലറ്റാണ് കേട്ടോ. നിറച്ച് മില്ലറ്റിൻ്റെ കൃഷിയുണ്ട്. ഈ സൈഡിൽ നിറച്ച് ബാംബു ഉണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് അങ്ങനെ പതുക്കെ നടക്കുകയാണ്. കല്ല് പാകിയ വഴിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദൂരം അങ്ങനെ ആയിരിക്കും തോന്നുന്നു. നേരത്തെ പറഞ്ഞില്ലേ മവ്രിങ്കാങ് എന്നാണ് ഈ ട്രക്കിന്റെ പേര്. അപ്പം മവ്രിങ്കാങ് ലിറ്ററലി കാസി ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിങ് ഓഫ് സ്റ്റോൺസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഈ ട്രക്ക് അങ്ങനെ നടന്ന് ട്രക്ക് ട്രെയിലൊക്കെ കഴിഞ്ഞ് എത്തുന്ന ആ ഒരു പോയിന്റ്, അവിടെ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണിന് യു മവ്രിങ്കാങ് എന്നാണ് പറയുന്നത്. അപ്പോൾ യു എന്ന് പറയുമ്പോൾ നമ്മൾ സർ അല്ലെങ്കിൽ ശ്രീ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ യു മവ്രിങ്കാങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സർ, ശ്രീ അല്ലെങ്കിൽ കിങ് ഓഫ് സ്റ്റോൺസ്, അതാണ് അർത്ഥം വരുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ മേഘാലയൻ വീഡിയോസിൽ പറഞ്ഞ പോലെ ഈ ഖാസികൾക്ക് ഒരുപാട് മുത്തശ്ശി കഥകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു മുത്തശ്ശി കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മവ്രിങ്കാങ് എന്ന് പറയുന്ന ഈ റോക്ക് ഒരു വലിയൊരു ബാറ്റിൽ ഓഫ് റോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വിക്ടോറിയസ് ആയി എമർജ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കിങ് ഓഫ് സ്റ്റോൺസ് ടൈറ്റിൽ വന്നത് കേട്ടോ. ഈ മവ്രിങ്കാങ് എന്നുള്ള ടൈറ്റിൽ വന്നത്. അങ്ങനെ കിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മവ്രിങ്കാങ്ങിന് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി റോക്കിനെ കണ്ടിഷ്ടപ്പെടുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ മോപ്തോർ എന്ന് പറഞ്ഞിട്ട് വേറൊരു റോക്ക് കേട്ടോ, ഒരു എന്താ പറയുക വില്ലൻ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അയാൾക്കും അല്ലെങ്കിൽ ആ റോക്കിനും ഈ ലേഡീനെ കണ്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ലേഡി റോക്കിനെ സ്വന്തമാക്കാൻ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു. അങ്ങനെ ആ ഫൈറ്റിൽ മോപ്താർ മവ്രിങ്കാങ്ങിൻ്റെ ഒരു കൈ വെട്ടി മാറ്റുന്നു. പക്ഷേ ഈ എന്താ പറയുക ലേഡീനെ സ്വന്തമാക്കണം എന്നുള്ള എന്താ പറയുക ആ ഒരു ഇത് കാരണം കുറേ കറേജും ധൈര്യമൊക്കെ സംഭരിച്ച് ആൾ തിരിച്ച് യുദ്ധം ചെയ്ത് ഈ മോപ്താറിനെ കൊല്ലുന്നു. മവ്രിങ്കാങ് റോക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇപ്പോഴും മോപ്താർ അല്ലേ റോക്കിൻ്റെ തല വെട്ടിമാറ്റി, അതായത് ഒരു കല്ല് അവിടെ കാണുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഈ മുത്തശ്ശി കഥ കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ട്രക്കിന്റെ ഇടയിൽ ദൂരെ വെള്ളം കുത്തി ഒഴുകുന്ന ശബ്ദമൊക്കെ കേൾക്കാണ്ട് കേട്ടോ. ഇത്രയും നേരം കല്ലിങ്ങനെ വിരിച്ചിട്ടുള്ള വഴിയായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് മുളയുടെ ഒരു എന്താ പറയാ എഡ്ജ് പോലെ ഇങ്ങനെ തടിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാംബുവിൻ്റെ ചെറിയ ഒരു കാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചുറ്റും ദേ കണ്ടില്ലേ, ഇതൊക്കെ ബാംബു ചെടികളാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ മല. നമ്മുടെ മുമ്പിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ടീമാണ്. അപ്പോൾ കുറേ പേരുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ കുറച്ച് പേര് മുമ്പിൽ നടക്കുന്നുണ്ട്, കുറച്ച് പേര് നമ്മുടെ പുറകിൽ വരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രക്കിന് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഈ അടുത്തൊന്നും ഒരു സ്ഥലം കിട്ടില്ല കേട്ടോ. എങ്ങനെ പോയാലും ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് എവിടെയും താമസിക്കാൻ സ്ഥലം കിട്ടില്ല. ഞങ്ങൾ കുറേ അന്വേഷിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നേരത്തെ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഷിലോങ് സൈഡിലേക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു ഷിലോങ് സൈഡിൽ ഒരു 20 കിലോമീറ്റേഴ്സ് പോയി, 20 അല്ല അതിൽ കൂടുതൽ പോകേണ്ടി 20-25 കിലോമീറ്റേഴ്സ് പോയി കിട്ടും. മവ്ലിംഗ് നോൺ സൈഡിലേക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 20-25 കിലോമീറ്റേഴ്സിലാണ് താമസിക്കാനുള്ള സ്ഥലം കിട്ടുക കേട്ടോ.
അപ്പോൾ ഈ ട്രക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലത് ഈ ഒരു വിൻ്റർ ടൈമിൽ കവർ ചെയ്യുക തന്നെയാണ്. കാരണം വഴുക്കൽ കുറവായിരിക്കും. കുറേ പേര് മൺസൂൺ ടൈമിൽ അല്ലെങ്കിൽ റെയിനി സീസണിൽ കവർ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വഴുക്കൽ കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലക്ഷ്മി പറയിൽ പതുക്കെ നടന്നു വരുന്നുണ്ട്. ആ കുത്തനെയുള്ള ഇറങ്ങിയെന്നുണ്ടല്ലോ മുട്ടൊക്കെ ഇങ്ങനെ വിറക്കിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒന്നും ശീലമില്ലല്ലോ. അപ്പോൾ നമ്മളിതേ അവിടുന്ന് ഇറങ്ങി ഒരു റിവറിൻ്റെ സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് മറ്റേ വെള്ളത്തിൻ്റെ ഒച്ച കേട്ടിരുന്നത്. വെള്ളം ഇങ്ങനെ കുത്തി വെക്കുമെന്ന് പറയാം. അപ്പോൾ നല്ലൊരു ഇറങ്ങി കുളിക്കണമെങ്കിൽ കുളിക്കാം. പക്ഷേ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് തൊടാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അത്രയും തണുപ്പായിരിക്കും വെള്ളത്തിന്. ഇവിടെ ഉണ്ടല്ലോ ഒരാൾ ടെൻ്റ് അടിച്ച് താമസിക്കാനുണ്ടോ ഈ റിവറിൻ്റെ സൈഡിൽ. നല്ല രസമുണ്ട്. അതിങ്ങനെ ബാംബൂവിൻ്റെ ഇടയിൽ ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എവിടെയും താമസിക്കാൻ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. അതായത് ഹോം സ്റ്റേസ് ഒന്നുമില്ല. അത് ആദ്യം തന്നെ പറയാം. ഐദർ ഷില്ലോങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം നേരത്തെ പറഞ്ഞ 25 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഈ ഭാഗത്ത് എവിടെയില്ല. മഴക്കാലത്തൊന്നും ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരിക്കും. ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഈ വെള്ളത്തിലൊക്കെ കാലിടാൻ പറ്റുന്നത്. വെള്ളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ ഇറങ്ങാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. നമുക്ക് മെല്ലെ നടക്കാം അല്ലേ? യെസ് ബോസ്. അങ്ങനെ ആദ്യത്തെ ബാംബു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ലക്ഷ്മി ഓൾറെഡി എൻ്റെ മുകളിലേക്ക് ഇതേ നടന്ന് കയറിയിട്ടുണ്ട്. ഞാൻ ദേ പുറകിൽ പോകുന്നു. ആഹാ എന്ത് രസാ. നേരത്തെ പറഞ്ഞ പോലെ താഴെ വെള്ളം ഉണ്ടെങ്കിലല്ലോ ഇതൊരു ഭീകര നടത്തായിരിക്കും. ഇതിൻ്റെ മുകളിൽ കൂടെ നടത്തും. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല, അതേപോലെയാണ്. ആദ്യം തന്നെ ഈ ബാംബുവിൻ്റെ ബ്രിഡ്ജ് കയറിയപ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി കേട്ടോ. ഇനി നടക്കാനുള്ള ഒരു ആവേശം എനർജിയും കിട്ടി. നമുക്ക് നടക്കാം, സമയം വേണ്ട. ഈ ബാംബു ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മരമാണ് കേട്ടോ. അപ്പോൾ ബാംബു ആ മരത്തിലേക്ക് കെട്ടിയിട്ട് അപ്പോൾ അതിനൊരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് സപ്പോർട്ടുണ്ട്. പക്ഷേ അതെ ഈ മരത്തിലേക്കാണ് ഇതിൻ്റെ കൈവരിയുടെ ബലവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. 1700 മീറ്റർ 1.7 കിലോമീറ്റേഴ്സാണ് കേട്ടോ ഈ ട്രക്കിൻ്റെ ദൂരം. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക്, അതായത് ഒരുപാട് ട്രക്കിംഗ് എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു മോഡറേറ്റ് ഒരു മീഡിയം ട്രക്കാണ്. ഏകദേശം ഒരു 4 മണിക്കൂറിൽ പോയി വരാൻ പറ്റുന്നത്. അതായത് അങ്ങോട്ട് പോയി തിരിച്ചെത്താമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഖാസി ആൾക്കാർക്ക് 40 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്ത് കഴിയാൻ പറ്റും. അങ്ങോട്ട് 20 ഇങ്ങോട്ട് 20. അവർ നടക്കില്ലല്ലോ, ഓടാണല്ലോ. പിന്നെ അവർക്ക് സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പോകുമ്പോൾ സമയം എടുക്കുമായിരിക്കും. ഇപ്പം ഈ നടന്നു കയറിയ പാലുണ്ടല്ലോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് ഒരു കുത്തനെ കയറ്റാന്ന് വിചാരിച്ചിട്ടാണ് അത് കയറിയത്. പക്ഷെ അടുത്ത പാലത്തിലേക്ക് എത്തിയപ്പോൾ ഇതും അത്യാവശ്യം നല്ല കുത്തനെ കയറ്റാണ്. പേടിയുണ്ടോ? ചെറുതായിട്ടൊരു പേടിയാവും കേട്ടോ. പേടിയാവണം, ഇല്ലെങ്കിൽ നമ്മൾ അക്രമങ്ങളൊക്കെ കാണിക്കാൻ തുനിയുമല്ലോ. ഇവിടെ ദൂരം ഉണ്ടല്ലോ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ചേട്ടൻ ഇരുന്ന മരം വെട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് അയാൾ പോകണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടിയിട്ട് മറ്റേ മരത്തിലേക്ക് ഒരു പാലം പോലെ ഇട്ടിട്ട് അപ്പുറത്തെ മരത്തിൽ പോയിട്ട് അതിൻ്റെയൊക്കെ കൊമ്പ് വെട്ടിയിടുക. അത് വിറകിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ ഈ വെട്ടുന്നത്. പക്ഷേ നല്ല ഹൈറ്റിലാണത്. നടക്കുമ്പോൾ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ് കേട്ടോ. ശരിക്ക് ഇടത്തേക്കും വലത്തേക്കും ആടുകയാണ്. നിനക്ക് എന്ത് പേടിയാന്ന്? ഒരു പേടിയില്ലല്ലോ. ആദ്യത്തെ 1/2
കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മൾ ഈ റിവറിൻ്റെ അവിടെ എത്തുക. അപ്പോൾ നമുക്കതൊരു പോയിൻറ്റും കിലോമീറ്റർ നോട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി പോയിൻറ്റും കൂടിയാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് മറ്റേ ബാംബൂൻ്റെ ഒരു പാലം ക്രോസ് ചെയ്ത് വന്നില്ലേ, ആ റിവർ വാര്യു റിവറാണ് കേട്ടോ. നമ്മൾ മെല്ലെ ഇങ്ങനെ ട്രക്ക് കണ്ടിന്യൂ ചെയ്യണം. മിച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാംബൂൻ്റെ ആ പാലം കയറി ഇറങ്ങി കുറച്ച് കല്ലുകളായി ഇപ്പോൾ വീണ്ടും ബാംബു വരുന്നു. നടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ വാര്യു റിവർ ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന ഒരു മുളം കാടിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ചെറുതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്ന കൾട്ടിവേഷനാന്ന് തോന്നുന്നു. ഇവിടെ മെയിനായിട്ട് ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഒരു മുളേനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വീടായാലും കടയായാലും ഒക്കെ. അപ്പോൾ മുള നല്ലോണം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ആവശ്യം വരുന്ന കാര്യമല്ലേ, ഇവർക്ക് മുള വിട്ടിട്ടുള്ള ഒരു കളിയില്ലേ. നമ്മൾ സിമെൻറ്റും കോൺക്രീറ്റൊക്കെ ഉപയോഗിക്കുന്ന പോലെയാണ് ഇവർ മുള ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഒരു 1.5 കിലോമീറ്റർ ട്രക്കിൻ്റെ കവർ ചെയ്ത് നമ്മൾ സെക്കൻഡ് പോയിന്റ് അച്ചീവ് ചെയ്തേക്കാണ്. ഇതൊരു ക്ലിഫ് പോയിന്റ് ആണ് കേട്ടോ. മോക്ലിംഗ് ക്ലിഫ് എന്നാണ് ഈ ക്ലിഫിൻ്റെ പേര്. ഇവിടെ ഒരു ഫ്ലാഗ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ ഫ്ലാഗ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എത്തി. ഇനിയും കുറേ ഉണ്ട്. ഇവിടെ കുറേ പേര് കൊട്ടയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ്. അപ്പോൾ അറ്റത്തെന്തെങ്കിലും കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെങ്ങനെയാണോ ചുമന്നുകൊണ്ട് പോകണേ. അപ്പോൾ ഈ നമ്മൾ നടന്നു പോകേണ്ടത് ഈ ക്ലിഫിൽ നിൽക്കുമ്പോഴല്ലോ മുകളിൽ വലിയ മലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ഉറവകളൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം പല പല ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അതൊക്കെ നടന്നു തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോണ്ടല്ലോ ഒരു ഹെവി സാധനം വന്നിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ വേരൊക്കെ ഇടയിൽ കൂടെ പോകുന്നു. അതിലാണ് കെട്ടിയിട്ടേക്കണേ കേട്ടോ. ഈ മരം നല്ല നല്ല ബലമുള്ള ഒരു മരം തോന്നുന്നുണ്ട്. അതിൽ ആണ് ഈ ബാംബു കൈവരികളൊക്കെ കെട്ടിയിട്ടേക്കണേ. ഇത് കുറച്ച് ഇത്തിരി സ്റ്റീപ്പാണ്, കുറച്ച് ഡേഞ്ചറസ് പോലെ തോന്നുന്നുണ്ട്. ഈവൻ ഈ ബാംബുവിന് വരെ അത്ര ഒരു എന്താ പറയുക ഒരു ബലമില്ല, കുറച്ച് പഴയതാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പില്ലാത്തൊരു ഷൂവോ ചെരുപ്പൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ എപ്പോഴും ഗ്രിപ്പുള്ള ഷൂസ് കൊണ്ടുവരാൻ നോക്കുക. ഒരു കേറ്റാണ് കേട്ടോ വരുന്നത്. അതും മിക്കതും മുളയിലാണ്. ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പാറയിലുള്ളൂ, ബാക്കിയൊക്കെ മുളയിൽ കയറേണ്ടതാണ്. ഞാൻ ആലോചിക്കുന്നത് കയറാനും ബുദ്ധിമുട്ടാവും, തിരിച്ചെങ്ങനെ ഇറങ്ങുന്നതാണ്. ഇപ്പം ഇറങ്ങിയ പോലെയൊക്കെ തന്നെ ഇറങ്ങാം. ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് ഇതേ മുളയൊക്കെ കാട്ടുന്ന് വെട്ടി എല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വെട്ടാൻ പോയേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സെറ്റ് കൊണ്ടുവയ്ക്കാൻ പോയേക്കായിരിക്കും. അപ്പോൾ അവർ ഇവിടുന്ന് ഈ മുള വെട്ടിയിട്ടാണ് കേട്ടോ ജീവിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൾട്ടിവേഷനാണ് മിക്കതും മുളയുടെ. എങ്ങനെയുണ്ട്? ഇവിടെ സൈഡിൽ പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ട് അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ പച്ച ഇലകൾക്കിടയിൽ ആ കരിഞ്ഞ പുല്ലോ അത് കാണുമ്പോൾ നല്ല രസമല്ലേ.
ഉണ്ടല്ലോ അതിന്റെ പില്ലേഴ്സ് കോൺക്രീറ്റ് ആണ്. അപ്പൊ കോൺക്രീറ്റിന്റെ പില്ലേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ കോൺക്രീറ്റിന്റെ ഒരു എന്താ പറയാ ബലം കിട്ടാൻ വേണ്ടി ഒരു ബേസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് മുള വെച്ചിട്ട് വെച്ചേക്കുന്ന ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഈ ട്രക്കിന്റെ കുറെ പോയിന്റ്സിൽ ഇവര് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. ഇവരുടെ സ്റ്റൈൽ മുളയിൽ ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റ് ബിൻസ് ആണ്. അപ്പോൾ 2 ലേഡീസ് വന്നിട്ട് ഇപ്പം അതിൽ നിന്ന് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവരങ്ങനെ നടന്നുപോയി. നടന്നൊരു പോയിന്റിൽ വന്നപ്പോൾ ഒരു പിറ്റ് സ്റ്റോപ്പ് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മോപ്പൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് വേണ്ട ഒരു സ്പോട്ടാണിത്. അപ്പോൾ താഴത്തെ മോപ്പൻ സ്റ്റോൺ ഉണ്ട്, പിന്നെ വാര്യു ഫോൾസ് എന്ന് വേണ്ട. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് പോകണമെങ്കിൽ 50 രൂപ ചാർജാണ് കേട്ടോ, ഈ വാട്ടർഫോളും ഈ ഒരു സ്റ്റോണും കാണാൻ. പക്ഷേ നമുക്ക് സമയം കുറവാണ്, ഇപ്പോൾ തന്നെ ഏകദേശം 11 മണി കഴിഞ്ഞു. നമുക്കൊരു 1 മണി നമുക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ചിവിടെ എത്തണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് നടന്നിറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ജേർണി കണ്ടിന്യൂ ആണ് നടന്നിട്ട്. ഞാൻ പതുക്കെ മുമ്പിലേക്ക് കിടന്നു, ലക്ഷ്മി അവിടെ നിന്ന് പോയിട്ടോ. എന്താ വാങ്ങണേ? പൈനാപ്പിൾ വാങ്ങാൻ കേട്ടോ. പൈനാപ്പിളിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് ഞങ്ങൾ മറ്റേ ഇവിടെ റൂട്ട് ബ്രിഡ്ജിൽ പോയപ്പോഴും അവിടെ നിന്ന് തിരിച്ച് കയറി വരുമ്പോൾ ഒരു പൈനാപ്പിൾ അടിച്ചു. പക്ഷേ അതിൽ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് നാഗാലാൻഡിൽ നിന്ന് വരുമ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പൈനാപ്പിൾ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് നോർത്ത് ഈസ്റ്റിലെ പൈനാപ്പിൾ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ ഇതിനാ ഒരു കുത്തലില്ല കേട്ടോ. നമ്മുടെ ഒരു അസിഡിക് ആ ഒരു കുത്തലുണ്ട്, പക്ഷെ ഇതിനകത്തില്ല. പിന്നെ നിറച്ച് വെള്ളമാണ്, ആ ഒരു കുത്തലില്ല. അതാണ് മെയിനായിട്ട്. ചിലപ്പോൾ തോന്നും LKG കുട്ടിയെ ടൂർ കൊണ്ടുവന്നാണോന്ന്. നടന്ന് നമ്മളിത് മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ടിലേക്ക് കേട്ടോ. ഇത്ര നേരം നടന്നതിൽ ഏറ്റവും ഡേഞ്ചറസ് പാർട്ടിലേക്ക് എത്താൻ പോവാണ്. നമുക്ക് സൈഡിൽ നിന്ന് ഇതേ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. പക്ഷേ അടുത്ത സ്റ്റെപ്പും കൂടി കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മലയുടെ സൈഡിൽ കൂടെ മുള ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ഈ പാലുണ്ടാക്കിയേക്കണേ. അപ്പോൾ അതെ താഴെ നൈസൊരു കൊക്കയാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പം നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഭാഗത്ത് ഒരു കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ചെല്ലും തോറും ഇത് ശരിക്കും കണ്ടാ പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ മുള വെച്ചത് ഇതുപോലെ മരത്തിൻ്റെ ഇത് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ട്രെയിൽ പോകുന്നത് കേട്ടോ. ഇത് ശരിക്കും പേടിക്കാൻ, ഹൈറ്റ് പേടിയുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതെങ്ങനെയാണ് ഇവരിത് ചെയ്തേക്കണമെന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ. ശരിക്ക് ഒരു ചെറിയൊരു ഇടുക്ക് പോലെ ഉണ്ട് കേട്ടോ. അത് മാത്രം അവർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇവർ വെച്ചിട്ട്. ലക്ഷ്മിയ എന്താ ഫീൽ ചെയ്യണേ? എനിക്ക് ഹൈറ്റ് നല്ല പേടിയാട്ടോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹൈറ്റ്. ഇത് കാണിച്ചേ, നോക്കിയേ, ഇതിപ്പോ ഒന്നും തീരില്ലേ. ഞാൻ വീഡിയോയിൽ ഭയങ്കര കൂളായിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ, എൻ്റെ ഉള്ളിൽ കിടുങ്ങാണ് ഇങ്ങനെ. എനിക്ക് താഴെ വെള്ളമുള്ളപ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇതുപോലെ കൊക്കയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളി ദ ഫ്ലൈ അവേ. കുറച്ച് സമാധാനം കിട്ടിയിട്ടോ. ശരിക്കും പേടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഹരിത്രയും പേടിച്ച് കാണുന്നത്. അത് നടന്നു വരുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, മാക്സിമം 5 people എന്ന് പറഞ്ഞിട്ട്. ആ നേരത്താണ് സൈഡിലൊരു ആൻറ്റി നടന്നു പോകണം. അപ്പോൾ പിന്നെ എന്നെ കിളി പോയി കഴിഞ്ഞിട്ടില്ല. അതെ, ഇവിടുന്ന് ഒരു ഇത്തിരി ദൂരം സമാധാനം ഉണ്ട്. പിന്നെ അതേ ഇതുപോലെ മലയുടെ സൈഡിൽ കൂടെ അങ്ങനെ ചെരിഞ്ഞ് കയറൊക്കെ എടുത്തിട്ടാണ് പോണത്. നമ്മുടെ നേരത്തെ മുമ്പിൽ ഒരു ടീം പോയില്ലേ, അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നുണ്ട്, അതൊക്കെ ഡിലേ ആണ്. ഇതൊക്കെ ഞാൻ പുല്ല് വില കടന്നു പോകും.
അടുത്ത കടമ്പയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി സേഫറാണെന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, കോൺക്രീറ്റിൻ്റെ ഒരു പില്ലർ ബേസ് ഉണ്ട് കേട്ടോ. മറ്റേത് അങ്ങനെയായിരുന്നില്ല, മുള മാത്രമായിരുന്നു, വെറുതെ മുള കുത്തി വെച്ചേക്കായിരുന്നു. താഴത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ വ്യൂ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെഞ്ച് കിടങ്ങും. അതുകൊണ്ട് ഞാൻ നേരെ നോക്കി നടക്കുകയാണ്. ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ലക്ഷ്മി ഇതേ മുമ്പിൽ നടന്നിട്ടുണ്ട്. ഇതത്ര ഒരു എന്താ പറയുക, ചെറിയൊരു വിശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ ഈ കോൺക്രീറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട്. അറിയില്ല. പിന്നെ ഇത്ര ആൾക്കാരൊക്കെ എൻ്റെ മുകളിൽ കൂടെ നടന്നു പോയതാണെന്നുള്ളത്. ഇത് അവിടെ കണ്ടോ, ശരിക്കൊന്നും ഇല്ല, വഴി തന്നെ ഇല്ല, ഉണ്ടാക്കിയേക്കുന്ന ഒരു പാത്താണ്. മിക്കതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് പറയാണ്. ഇതായിരിക്കും സ്കേറിയസ്റ്റ് പോയിന്റ്. ഒരു തിരിവാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. നമുക്ക് എന്തൊരു ധൈര്യടി, നോക്കിയാൽ മുളയൊക്കെ പൊട്ടി നിൽക്കണേ. അയ്യോ, ഇത് പക്ഷെ നേരത്തെ അത്ര ഒരു സ്കേറി അല്ല കേട്ടോ. എനിക്ക് മുമ്പിൽ പോണ പുലിക്ക് കുഴപ്പമില്ലായിരിക്കും. ഈ ഒരു പോയിന്റിലുണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ മുളയും വീക്കാണ്, പോരാത്തന്നെ കൈവരി കുറച്ച് താഴ്ത്ത. അപ്പോൾ നമ്മളൊന്ന് കുനിഞ്ഞ് പിടിക്കേണ്ടി വരും. പിന്നെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം കല്ലിട്ട വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വല്ലപ്പോഴും ലൈഫിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതാണ് അത്ര വലിയ രസമൊന്നും തോന്നിയില്ല, ഒക്കെ നല്ല പേടിയായി. നമ്മുടെ ട്രെക്കിൻ്റെ 3rd ഫേസ് ഇത് ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോമോയ്റ്റ് പോയിന്റ് ആണ്, വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഈ മോമോയ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് യു മവറിങ് കാങ്ങിൻ്റെ ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ, ട്രെക്കിൻ്റെ ആദ്യത്തെ ഇതിൽ. അപ്പോൾ ഇനി ലാസ്റ്റ് ഫേസ് നമ്മളവിടെ ചെന്നെത്തുകയാണ്, സബ്മിറ്റിൽ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ കിട്ടിയില്ല എന്ന് കണ്ടല്ലോ, ഭയങ്കര റിസ്കി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു സേഫ് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ വരെയൊക്കെ പോയി നിൽക്കാനുള്ള ധൈര്യം ഈ സാധനങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് പോയാൽ ആ വഴി അങ്ങനെ പോയി കിട്ടും. എൻ്റെ അമ്മോ, നോക്ക്, വഴി ശരിക്കും ഇടുങ്ങി കേട്ടോ. അപ്പം ഞങ്ങള് മുമ്പിൽ 2-3 പേര് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ജന്മം ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ പോയില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ വഴി തെറ്റിന്ന്. ഹാഫേ ഇവിടുന്ന് വേറെ ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് തിരിച്ച് കയറണം. ഇവിടെ നമ്മൾ പോകാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരാൾക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഇടുങ്ങിയ വഴിയല്ലേ, ഭയങ്കര ഇടുങ്ങിയ വഴി. അതെ, മോർ പീപ്പിൾ കമ്മിങ്? No. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവരിതേ കയറിപ്പോയി. ആദ്യം ഇറങ്ങാം കേട്ടോ. എൻ്റെ മോ, ഈ 6 അടി ഉള്ളവർക്കൊന്നും ഒരിക്കലും വരാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് അല്ലേ ഇതില്. ഈ നടക്കുന്ന വഴിയിൽ നമുക്ക് മവറിങ് ഖാങ് പോയിന്റ് കാണുന്നുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ കണ്ടതിൽ ഏറ്റവും അടിപൊളി വ്യൂ ഇപ്പോൾ കിട്ടിയത് ഇതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അത് ഇങ്ങനെ ട്രെയിൽ പോകുന്നുണ്ട്. നേരത്തെ പോയ പോലെ തന്നെയാണ് മുളയുടെ ഇങ്ങനെ മലയുടെ ഇടുക്കിൽ കൂടെ അല്ലേ. അത് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് മുള ഇങ്ങനെ പാറ ഇങ്ങനെ എന്താ പറയുക ക്രാക്കിലേക്കൊക്കെ ഇറക്കി വെച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേന്ന് തോന്നുന്നു. നീ ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ട് ഇങ്ങനെ കയറി അതിൻ്റെ മുകളിലേക്ക് എത്താം.
അങ്ങനെ നടന്ന് നമ്മളിതേ മവറിങ് അങ്ങൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലാപ്പാണ്, അല്ല ലാസ്റ്റ് ലാപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അവിടെ നിന്ന് നല്ല കുത്തനെ ഇപ്പോൾ ഇറങ്ങുന്നത് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഈ മുളയ്ക്ക് നല്ല വഴുക്കലാണ്, ഇടയിൽ ഈ സംഭവം ഇല്ലെങ്കിൽ കമ്പില്ലെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കുത്തനൊരു കയറ്റാണ്, എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് കാണുമ്പോൾ ഒരു കപ്പലൊക്കെ പോലെ തോന്നുന്നു. ആ സ്റ്റീപ്പ് കയറ്റം കയറുമ്പോൾ ലക്ഷ്മി പതുക്കെ ഇറങ്ങി കേട്ടോ. ലക്ഷ്മിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പതുക്കെ പോയി. നമുക്ക് പതുക്കെ കയറാം. കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു കയറ്റം, ആ ഒരു പോർഷൻ മാത്രം. വേറെ ഒന്നും അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അത് കയറാൻ കുഴപ്പമില്ല, തിരിച്ചിറങ്ങാൻ തിരിച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് സബ്മിറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇവിടെ നിന്ന് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. യെസ് അപ്പം അങ്ങനെ നമ്മളിതേ മവറിങ് ഖാങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ, അടിപൊളിയാണ്. ഹെവിയാണ്, ഹെവി. ഈവൻ ഈ ഒരു പോയിന്റിൽ വരെ അവരിത് വേസ്റ്റ് ചെയ്യാനുള്ള കൊട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ല. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടെന്നാണല്ലോ. നമ്മുടെ തേർഡ് ലാപ്പിൽ നമ്മൾ അവസാനം നിന്ന പോയിന്റില്ലേ, വ്യൂ പോയിന്റ്, അത് അവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ ആളുടെ ഒരു ഫൈറ്റ് ചെയ്തു എന്ന ഒരു ലേഡി റോക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്ത്. അപ്പോൾ ആ മറ്റേ ശത്രു റോക്കിൻ്റെ ഹെഡ് എവിടെയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് നോക്കിയിട്ട് കാണാനില്ല. ഇപ്പോൾ ഈ ആളോട് ചോദിച്ചിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നൊരു പോയിന്റിൽ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എവിടെയും ഒരു ഹെഡിൻ്റെ ഷേപ്പിലാണെന്നാണ് പറഞ്ഞത്, ഒരു തലയുടെ ഷേപ്പിൽ. ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇമാജിനേഷനിൽ ഉണ്ടാക്കണമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിതേ ടോപ്പിലെത്തിയിട്ടോ, സമ്മിറ്റിലെത്തി. സന്തോഷമായി. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചിറങ്ങാം. ലക്ഷ്മി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല. നമ്മുടെ പുറകെ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നുണ്ട്, ഒരു 3-4 പേര്, ഒരു 4-5 ചേട്ടന്മാരും 2-3 ചേച്ചിമാരൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു, ലേഡീസൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കും കയറാൻ പറ്റാണ്ട് അവരും ഇവിടെ നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ സമ്മിറ്റിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ താഴെ ഒരാളിരുന്ന് ഛർദ്ദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്നറിയില്ല. ഭക്ഷണമൊന്നും ഞങ്ങളങ്ങനെ മോശം ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിൻ്റെ എല്ലാം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഹൈറ്റിൽ കയറിയപ്പോൾ അവിടുത്തെ ഒരു അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി വരുമോ എന്നറിയില്ല. ഞങ്ങള് രാവിലെ ജസ്റ്റ് ഒരു എന്താ പറയാ ബ്ലാക്ക് ടീ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ പൈനാപ്പിളും. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ഒന്നും ആയിരിക്കില്ല, എന്താ സംഭവം എന്നറിയില്ല. അവിടുന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ ഞാൻ വിചാരിച്ചു പേടിയായിട്ട് കയറാത്തതാണ്. അതാ ഞാൻ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്നിട്ട്. അല്ല, പേടി, എനിക്ക് അങ്ങനെ ഹൈറ്റ് പേടിയുള്ള ഒരാളല്ല, പേടിയില്ലായിരുന്നു. എനിക്ക് കുറേ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. പിന്നെ അതിൻ്റെ മുകളിൽ എത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേട്ടൻ താഴെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഹരിനെ വിളിക്കാനും പറ്റില്ല. എന്നിട്ട് പാവം ആ ചേട്ടൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു, പുറക്കൊഴിഞ്ഞു തന്നു. എനിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ തന്നിട്ട് ആ ചേട്ടൻ ഇറങ്ങിപ്പോയി, പാവം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു. പതുക്കെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ട്രക്ക് ചെയ്താലും നമുക്ക് അവസാനം വരാറുള്ള ഒരു ശത്രുവുണ്ട്, മഴ. ഇന്നും മഴ ചാറുന്നുണ്ട്. നമുക്ക് ഇനി ഏകദേശം നമ്മളൊരു 1/4 ഡിസ്റ്റൻസ് തിരിച്ച് കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി ഒരു 3/4 ദൂരം കവർ ചെയ്യാണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. നമ്മൾ എപ്പോഴെ പോയാലും ഇങ്ങനെ അല്ലേ, കീർഗംഗ ട്രക്ക് ചെയ്താലും എവിടെ ട്രക്ക് ചെയ്താലും നമ്മൾ കീർഗംഗ ട്രക്ക് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ തൊടുപുഴ അടുത്ത് എവിടെ പോയിരുന്നേ, നമ്മളവിടെ പോയപ്പോഴും മഴയായിരുന്നില്ലേ? കാറ്റാടിക്കടവ് പോയപ്പോൾ മഴയായിരുന്നു. ഇതൊക്കെ മഴയായിരുന്നു.
മഴ ശരിക്കും ചതിക്കുന്നു വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വേഗം ഇറങ്ങി, പടപടാന്ന് നടന്ന് ഇറങ്ങി. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഫേസില്ലേ ആ വെള്ളം റിവർ പോകുന്നത്, അവിടെ എത്തി. ഒന്ന് മുഖമൊക്കെ കഴുകി. മുഖം കഴുകിയപ്പോഴാണ് കേട്ടോ എനർജി വരണം. കൂടാതെ തന്നെ വരുന്ന വഴിക്ക് നമ്മൾ വെള്ളം കുടിച്ച് ഇവിടെ വന്ന് മുഖം കഴുകിയപ്പോൾ എനർജിയൊക്കെ വീണ്ടെടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴ ചാറിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ചെറുതായിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് സ്കൂട്ടർ എടുത്തിട്ട് ഒരു 30 കിലോമീറ്റർ പോകാണ്ട് ഹോം സ്റ്റേയിലേക്ക്. ടാസ്ക്. ഉറപ്പായിട്ടും മഴ കിട്ടും. പക്ഷെ മഴ കിട്ടുന്നതല്ല, നമുക്ക് തണുപ്പാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് വേഗം ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് കയറി ഫോളോ ചെയ്യുക. ലക്ഷ്മി അതിൻ്റെ കുറേ റീൽസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബൈ.